വാരണാസിയിലെ ഘാട്ടുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണികർണിക ഘട്ട്. ഒരേ സമയത്ത് നിരവധിയായ മൃതദേഹങ്ങൾ കത്തിയിരിക്കുന്ന ഒരു സ്ഥലം. നാനാജാതികളായി വിഭജിക്കപ്പെട്ട ആളുകൾ ഒരേ ജാതിയായി എരിഞ്ഞുതീരുന്ന ഒരു സ്ഥലം. മഞ്ഞ ജമന്തിപ്പൂക്കൾ അണിഞ്ഞ മൃതദേഹങ്ങൾ ഘാട്ടിന്റെ പല ഭാഗത്തായി തങ്ങളുടെ ഊഴവും കാത്തു കിടക്കുന്നു. കാശിയിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്യുക എന്നത് പുനർജന്മ ചക്രങ്ങളിൽ നിന്നുമുള്ള മോചനമായി വിശ്വസിക്കപ്പെടുന്നു. നൂറുകണക്കിന് മൃതദേഹങ്ങൾ കത്തിയിരിക്കുന്ന ഈ ശ്മശാന ഭൂമി എപ്പോഴും മൂടൽമഞ്ഞ് പോലെയുള്ള പുകയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മരണമെന്ന സത്യത്തെക്കുറിച്ചും മനുഷ്യനെന്നത് വെറുമൊരു പുൽക്കൊടിയാണ് എന്നും ലൗകികത എന്നത് താൽക്കാലികം മാത്രമാണ് എന്നും മണികർണിക നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പരസ്പരം കലഹിക്കുന്ന നമ്മൾ കുറച്ചു സമയം ഈ മണികർണിക ഘട്ടിൽ വന്നു നിന്നാൽ താൻ മരിച്ചാൽ വെറുമൊരു ചാരം മാത്രമാണ് എന്ന സത്യം മനസ്സിലാക്കുന്നു. മണികർണിക ഘാട്ടിലെ ചരിഞ്ഞ ഗോപുരത്തിനും ചില കഥകൾ പറയാനുണ്ട്. 1850-നും 60-നും ഇടയിൽ പണി കഴിപ്പിച്ച രത്നേശ്വർ മഹാദേവ ടെമ്പിളാണ് ഇത്. വാരണാസിയിലെ രാജാവായിരുന്ന മാൻസിംഗിന്റെ സേവകൻ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി പരിഗണിപ്പിച്ച ക്ഷേത്രമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പണി കഴിപ്പിച്ച ശേഷം തനിക്ക് അമ്മയുമായി യാതൊരു ബന്ധമില്ല എന്ന് പറയുകയും അന്നു മുതൽ ഈ ക്ഷേത്രം ചരിയാൻ ആരംഭിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതൊന്നുമല്ല, ഗംഗയുടെ ഒഴുക്കും ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കവുമാണ് 9 ഡിഗ്രി വരെ ചരിഞ്ഞ ഈ ക്ഷേത്രത്തിന്റെ ചരിവിന് കാരണമെന്നും പറയപ്പെടുന്നു. ഇതിന് സത്യം ഇന്നും ആർക്കും അറിയില്ല.